അല്ല, അത് ഈ വിഷയത്തിൽ സർക്കാരിന് ഞങ്ങളുടെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതിൽ ചെറിയ പിന്നെ അതിനോട് അവർക്ക് ചില എതിർപ്പുകളുണ്ട്. പക്ഷെ ഞങ്ങളിത് എല്ലാം നിയമപ്രകാരം എല്ലാ കടലാസുകളും ആ കാര്യത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ തുടക്കത്തിൽ ചില ഒബ്ജക്ഷനുകൾ വന്നിരുന്നു. പക്ഷെ അതെല്ലാം നിയമപരമായി ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് പിന്നെ ഇങ്ങനെ ഈ തോട്ടം ഭൂമിയുടെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് പിന്നെ ഈ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വീടുകളുടെ മൊത്തം പ്രദേശത്ത് അത് വരുന്നില്ല, ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് അങ്ങനെ ഒരു സംശയം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനൊക്കെ അതിൻ്റെതായ ഫോറങ്ങളിൽ അത് ബന്ധപ്പെട്ട കടലാസുകളെല്ലാം സമർപ്പിച്ച് രേഖകളൊക്കെ സമർപ്പിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 100 വീടിൽ 75 വീടിനും എല്ലാ രേഖയും വർക്ക് പെർമിറ്റ് ഉൾപ്പെടെയുള്ളത് പഞ്ചായത്തിൽ നിന്നും ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്നും കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി. അപ്പോ പിന്നെ അത്തരം ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ പഞ്ചായത്ത് അങ്ങനെ ഒരു ഓർഡർ തന്നാൽ ആ ഓർഡറിന്റെ മേലെയും കുട്ടികളുണ്ടല്ലോ, അത് നിയമപരമായി നേരിടും. അത്രേ ഉള്ളൂ. താൽക്കാലികമായി നിർത്തിവെക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? അതോ ഇത് ഒരു നിയമം ഒരു ഉത്തരവ് കിട്ടിയാൽ സ്വാഭാവികമായും അതിനെ ഓവർകം ചെയ്യുന്ന മറ്റൊരു ഉത്തരവ് ആണ് നമ്മൾ ലഭ്യമാക്കേണ്ടത്. പക്ഷെ അതിന് ഞങ്ങൾ ശ്രമിക്കും. അപ്പൊ നിർത്തിവെക്കേണ്ട പ്രശ്നങ്ങൾ വരുന്നില്ല. നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം. അതായത് സർക്കാർ തുടക്കം മുതൽ പല രീതിയിൽ ഇത് തടസ്സപ്പെടുത്താനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇതും അത്തരത്തിലൊരു ശ്രമം തന്നെയാണ് നിങ്ങൾ കരുതുന്നത് അല്ലേ? അതെ, ഇതിനെയും അങ്ങനെ കാണുന്നുള്ളൂ. കാരണം ഇതിൽ തടസ്സം പറഞ്ഞപ്പോ ഞങ്ങൾ ഇതൊക്കെ നിർത്തിവെച്ചതാണ്. എന്നിട്ട് എല്ലാ കടലാസും ബന്ധപ്പെട്ട അധികൃതരുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. അതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 75ഓളം വീടുകൾ നിർമ്മിക്കുന്ന പ്ലോട്ടിന് ഒരു നിയമപ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളതിന് ചെറിയ ക്ലാരിഫൈ ചെയ്യാവുന്ന, ക്യൂർ ചെയ്യാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. അതിനുള്ള നടപടികൾ ആ വഴിക്ക് നടക്കുന്നുണ്ട്.